Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ പഴയങ്ങാടിയിൽ കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിന് നേരെ പ്രതിഷേധം. എരിപുരം ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കോൺഗ്രസ് ഫ്ലെക്സ് ബാനറിൽ കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിൽ കരിയോയിലൊഴിച്ച് വികൃതമാക്കിയ നിലയിൽ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടെ പഴയങ്ങാടിയിൽ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിന് നേരെ പ്രതിഷേധം. എരിപുരം ഭാഗത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ലക്സ് ബാനറിലെ വേണുഗോപാലിന്റെ ചിത്രമാണ് കരിയോയിലൊഴിച്ച് വികൃതമാക്കിയ നിലയിൽ കണ്ടെത്തിയത്. കാവലായി കരുതലായി കരുത്തു പകർന്നവർ എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ബോർഡിലാണ് അക്രമമുണ്ടായത്. കെ.സി. വേണുഗോപാലിന് പുറമെ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, രമേശ് ചെന്നിത്തല, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവരുടെ ചിത്രങ്ങളും ഫ്ലക്സിലുണ്ടായിരുന്നു. എന്നാൽ മറ്റു നേതാക്കളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി കെ.സി. വേണുഗോപാലിന്റെ ചിത്രം മാത്രം ലക്ഷ്യം വെച്ചാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. UDF-നുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഗ്രൂപ്പ് പോരും മുറുകുന്ന സാഹചര്യത്തിൽ ഈ സംഭവം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കരിയോയിലൊഴിച്ച് തകർക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കുറ്റക്കാരെ ഉടൻ കണ്ടെത്തണമെന്നും പഴയങ്ങാടിയിലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതൃത്വത്തിലെ കരുനീക്കങ്ങൾ തെരുവ് രാഷ്ട്രീയത്തിലേക്കും ഫ്ലക്സ് യുദ്ധങ്ങളിലേക്കും പടരുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത്. വഴിമാറിപ്പോകുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ പാർട്ടിക്കകത്തും പുറത്തും പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയേക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായ്മുക്കിൽ ദേശീയപാതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്ന കൂറ്റൻ തണൽമരം മുറിച്ചുമാറ്റാൻ പയ്യന്നൂർ നഗരസഭാ യോഗം തീരുമാനിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള ഈ മരം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. കോത്തായ്മുക്കിലും പെരുമ്പേലിലുമായി കഴിഞ്ഞ കുറച്ചു കാലമായി വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരം മരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കോത്തായ്മുക്കിൽ മാത്രം കഴിഞ്ഞൊരു മാസം 2-3 തവണയാണ് ബിഫോർ യു സൂപ്പർ മാർക്കറ്റിന് മുമ്പിലുള്ള പൂമരത്തിൽ വാഹനമിടിച്ച് വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നഗരസഭ മുൻകൈയെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് നഗരസഭയിൽ ട്രീ കമ്മിറ്റി ചേർന്ന് പാതയോരത്ത് ദേശീയപാതയോരത്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ കൊമ്പുകൾ പാതയിലേക്ക് പടർന്നു പന്തലിച്ച നിലയിലാണ്. ഇതുമൂലം ഇതുവഴി കടന്നുപോകുന്ന കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ മരക്കൊമ്പുകളിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു. മരത്തിന്റെ കൊമ്പുകൾ ഉണങ്ങി നശിക്കുന്നതും മരം അപ്പാടെ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതും പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധവും ആവശ്യവും ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് നഗരസഭയുടെ അടിയന്തര ഇടപെടൽ. ദേശീയപാത വിഭാഗവുമായി ചേർന്ന് എത്രയും വേഗം മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ പൂർത്തിയായെന്ന് നഗരസഭാ ചെയർമാൻ സരുൺ ശശി അറിയിച്ചു. ഇതോടെ കോത്തായ്മുക്കിലെ അപകട മുനമ്പിൽ നിന്നുള്ള യാത്രക്കാരുടെ ആശങ്കയ്ക്ക് അറുതിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ലെ പിലിക്കോട് മട്ടലായിയിൽ കഴിഞ്ഞ ദിവസം വിള്ളലുണ്ടായതും പാർശ്വഭിത്തിയുടെ പുറംഭാഗത്ത് പൊട്ടലുണ്ടായതും കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ RDOയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. വിവിധ വകുപ്പ് മേധാവികളും മറ്റു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മട്ടലായിയിലെത്തിയിരുന്നു. പിലിക്കോട് മട്ടലായിയിൽ ദേശീയപാത നിർമ്മാണ വേളയിൽ പാർശ്വഭിത്തിയിലും റോഡിലുമായി വിള്ളൽ കാണപ്പെട്ട സംഭവത്തിൽ പരിശോധന നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകുന്നതിന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിയോഗിച്ച അന്വേഷണ സംഘമാണ് ചൊവ്വാഴ്ച പിലിക്കോട് എത്തിയത്. അതേസമയം 30 അടിയോളം താഴ്ചയിൽ നിന്ന് കോൺക്രീറ്റ് ഭിത്തി കെട്ടിയുയർത്തി വേഗത്തിൽ ചരൽമണ്ണ് നിറച്ച ശേഷം യന്ത്രങ്ങൾ ഉപയോഗിച്ച് അമർത്തിയതാണ്
പാർശ്വഭിത്തി തെന്നിമാറി വിള്ളൽ രൂപപ്പെടുകയും റോഡിൽ വിള്ളലുണ്ടായതെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംഭവം നടന്ന സ്ഥലം നിർമ്മാണ വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം സന്ദർശിക്കാനും അതുവരെ വിള്ളലുണ്ടായ ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുമാണ് സംഘം തയ്യാറാക്കുന്ന നിർദ്ദേശങ്ങളിൽ ഉയർന്നത്. ജനങ്ങൾ ആശങ്കപ്പെടാതിരിക്കാനും ഇക്കാര്യം അനിവാര്യമാണ്. മട്ടലായി അതുപോലെ തന്നെ കാലിക്കട് ഭാഗങ്ങളിൽ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആശങ്ക അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മട്ടലായി ഭാഗത്താണെന്നുണ്ടെങ്കിൽ ദേശീയപാതയിൽ അതിൻ്റെ പൂർത്തീകരിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് ഇപ്പോൾ വിള്ളൽ വന്നിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ സൈഡ് വാളിലും കോൺക്രീറ്റിൽ വിള്ളൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം കുറ്റമറ്റതായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഹോസ്ദുർഗ് തഹസീൽദാർ പി കെ പ്രേമാനന്ദ്, കാഞ്ഞങ്ങാട് RDOയുടെ പ്രതിനിധി സീനിയർ സൂപ്രണ്ട് EM ബിജു, ഡെപ്യൂട്ടി തഹസീൽദാർ PV തുളസിരാജ്, സോയിൽ കൺസർവേഷൻ ഓവർസിയർമാരായ K നജീബുദ്ദീൻ, N റംല, മൈനിംഗ് ആൻഡ് ജിയോളജി അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് L അജിത്ത്, K അമൃത, ചന്ദന പോലീസ് ഇൻസ്പെക്ടർ MV ശ്രീജു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ S സുനിൽകുമാർ, ഷാജി തയ്യിൽ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V മധുസൂദനൻ, ചെറുവത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി GS അരുണിമ, കരാർ കമ്പനി പ്രതിനിധികളുമാണ് പങ്കെടുത്തത്. തുടർന്ന് പിലിക്കോട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള ഓവുചാലുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും പിലിക്കോട് മട്ടലായി ശിവക്ഷേത്രത്തിന് തെക്കുഭാഗത്തായി ഓവുചാലിനോട് ചേർന്ന് വെള്ളം കുത്തിയൊലിച്ചു വന്ന് തൊട്ടടുത്ത വീടുകളിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. പിലിക്കോട് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രമേശൻ കുറുവാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി, സ്ഥിരം സമിതി അധ്യക്ഷൻ N രവീന്ദ്രൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മട്ടലായി സന്ദർശിച്ച ഉന്നത ഉദ്യോഗസ്ഥ സംഘം സംഭവം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണപുരം ചൈനാക്ലേ ധർമ്മശാല റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിനായി കാത്തിരിപ്പ് നീളുന്നു. ബസ് ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിൽ മണിക്കൂറുകളോളം ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. ചെറുകുന്നിൽ നിന്നും കണ്ണപുരം ധർമ്മശാല വഴി തളിപ്പറമ്പിലേക്കുള്ള പ്രധാന റോഡ് മാർഗമാണിത്. ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. തളിപ്പറമ്പ് പറശ്ശിനിക്കടവ് റൂട്ടിലേക്കുള്ള പ്രധാന പാത കൂടിയാണിത്. മാങ്ങാട്ടുപറമ്പ് പോലീസ് ക്യാമ്പ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, വിസ്മയ, സ്നേക്ക് പാർക്ക്, MVR ആയുർവേദ മെഡിക്കൽ കോളേജ് തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്കുള്ള പ്രധാന റോഡ് കൂടിയാണ്. കൂടെ ഗേറ്റ് അടയ്ക്കുന്നത് യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളുടേത് ഉൾപ്പെടെ എണ്ണം വർദ്ധിച്ചതോടെ ഗേറ്റ് അടച്ചു തുറക്കാൻ ഏറെ കാലതാമസമുണ്ടാകുന്നു. മിക്കപ്പോഴും ഗതാഗതക്കുരുക്കും പതിവാണ്. സംഭവം പറഞ്ഞാൽ ബ്ലോക്ക് വന്നാൽ ഈ ആ പാലില്ലേ ആടുന്ന് അപ്പുറത്തെ വരെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഈ മേപ്പാൽ വേണം, ഇല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ നിൽക്കാൻ കഴിയില്ല. ഇവിടെ ഓട്ടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ M വിജിൻ MLA ഇടപെട്ട് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരുന്നു. മണ്ണ് പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. കണ്ണപുരം ചൈനാക്ലേ റോഡ് ഗേറ്റും ചെറുകുന്ന് കോൺവെന്റ് റോഡ് ഗേറ്റും ഉൾപ്പെടെ 2 ഗേറ്റിനും തുല്യമായ ഒരിടത്ത് പുതിയൊരു മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്തായാലും പ്രദേശത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുക എന്നത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. ഏറെ ഗതാഗതക്കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഇടപെടൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ മനോഹരമായ ഒരു ചിത്രം രാമന്തളിയിലെ പ്രഭാതങ്ങൾക്ക് ഇപ്പോൾ പുത്തൻ നിറമേകുന്നു. പാട്ടിന്റെ ലോകത്ത് സജീവമായ രഞ്ജിത്ത് ബാലകൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് ദിവസവും അതിഥിയായി ഒരു മയിലെത്തുന്നു. വെറുമൊരു അതിഥിയായല്ല, കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഈ വർണ്ണപക്ഷി ഇവിടെ പെരുമാറുന്നത്. രാമന്തളിയിലെ രഞ്ജിത്തിന്റെ പ്രഭാതങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ തെങ്ങിൻ തോപ്പുകളെ തലോടി തുടങ്ങുമ്പോഴേക്കും രഞ്ജിത്ത് ബാലകൃഷ്ണന്റെ വീട്ടുമുറ്റത്തേക്ക് അതിഥിയായി ഒരു മയിലെത്തും. സമയം തെറ്റാതെ ദിവസവും രാവിലെ 8-നും 8:30-നും ഇടയിലെത്തുന്ന ഈ മയിൽ വീട്ടുകാരെ ശബ്ദമുണ്ടാക്കി വിളിച്ചുണർത്തും. വാതിൽ തുറക്കുമ്പോൾ തന്നെ ചിറകുകൾ വിരിച്ച് രഞ്ജിത്തുമായുള്ള സൗഹൃദമെന്നോണം പീലി വിടർത്തി നൃത്തമാടും.
അപ്പോൾ ആ മുറ്റം തന്നെ ഒരു വർണ്ണ മനോഹര ചിത്രമായി മാറും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മൗന സൗഹൃദത്തിന്റെ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ ദിവസവും അരങ്ങേറുന്നത്. ഭക്ഷണവും വെള്ളവും സ്നേഹത്തോടെ ഒരുക്കി വയ്ക്കുന്ന രഞ്ജിത്തിനെ കണ്ടാൽ മയിൽ ഭയമില്ലാതെ അടുത്തെത്തും. ചിറകുകൾ വിരിച്ച് നൃത്തം ചെയ്യുന്ന അതിന്റെ ഭംഗി കണ്ടു നിൽക്കാൻ നാട്ടുകാരും വഴിയാത്രക്കാരും വരെ ഒത്തുചേരാറുണ്ട്. മികച്ചൊരു ഗായകൻ കൂടിയായ രഞ്ജിത്ത് നിരവധി ഭക്തിഗാനങ്ങളിലും ഗാനമേള വേദികളിലും സജീവ സാന്നിധ്യമാണ്. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകി കനിവായി പൊഴിഞ്ഞുത്താ മണിപ്പീലിയൊന്നു നീയരികെ ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയൂ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ ഏഴുവർണ്ണവും നീയണിയൂ. വാക്കുകൾക്കപ്പുറമുള്ള ആത്മബന്ധങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ കാഴ്ച പ്രകൃതിയെ സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് ഒരു വിസ്മയ കാഴ്ചയായി മാറുകയാണ്. ഇത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇത് ഇങ്ങനെ വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ചോറോ അരിയോ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ അത് സ്ഥിരമാക്കി വെള്ളം വെച്ച് കൊടുക്കലേ. പിന്നെ അത് രാവിലെ വന്ന് ഇങ്ങനെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ വന്ന് വിളിക്കും. ഒരു 2 വട്ടം വിളിച്ചിട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് പീലയിലും വിടർത്തി ഇതാക്കിയിട്ടാൽ പോലും ഒരു 8 to 8:30 അതാണ് അതിൻ്റെ ടൈം. ആ ടൈം ആകുമ്പോഴത്തേക്ക് എപ്പം വരും. കണ്ടിട്ടേ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് പ്രശ്നമാണ്, അതിനും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഇല്ല ഇപ്പൊ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കലായി. തിരക്കുകളും യാന്ത്രികതയും നിറഞ്ഞ ഇന്നത്തെ കാലത്ത് മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള അപൂർവ ബന്ധങ്ങൾ ഗ്രാമജീവിതത്തിന്റെ നന്മയും നൈർമല്യവും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കനിവിടം ശ്രദ്ധേയമാകുന്നു. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പ്രത്യേക കേന്ദ്രമാണ് കനിവിടം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് 30 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കനിവിടം ശ്രദ്ധേയമാകുന്നു. 2025 മാർച്ച് 9 M. വിജിൻ MLAയാണ് കനിവിടം ഉദ്ഘാടനം ചെയ്തത്. മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പ്രത്യേക കേന്ദ്രമാണ് കനിവിടം. ഡോക്ടറെ കാണാൻ എത്തിച്ചേരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കുവാനും അഡ്മിറ്റായ രോഗികളെ കാണാൻ എത്തിച്ചേരുന്ന സന്ദർശകർക്ക് സന്ദർശന സമയമാകുന്നതുവരെ വിശ്രമിക്കാനും കനിവിടം ഏറെ ഉപകാരപ്പെടുന്നു. 100-ലധികം ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് വിശ്രമിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൂടിൽ നിന്നും രക്ഷ നേടാൻ നിരവധി ഫാനുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വായനയിലൂടെ സാന്ത്വനം എന്ന ലക്ഷ്യവുമായി ലൈബ്രറിയും പത്രവായനാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സന്ദർശകർക്കും വിശ്രമിക്കാൻ ഒരിടം എന്ന ലക്ഷ്യവുമായാണ് കനിവിടം ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും. മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്നവർക്ക് ഏറെ ആശ്വാസമാണ് കനിവിടം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 11ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. പ്രശസ്ത ഡോക്യുമെന്ററി ചലച്ചിത്ര സംവിധായകൻ രാകേഷ് ശർമ്മ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 11ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. പ്രശസ്ത സംവിധായകൻ രാകേഷ് ശർമ്മ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇർഷാദ്, അഡ്വക്കേറ്റ് സരിൻ ശശി, ഡോക്ടർ MK രാമകൃഷ്ണൻ, P. പ്രേമചന്ദ്രൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 20 ലോക സിനിമകൾ മലയാളം സബ് ടൈറ്റിലുകളോടെ പ്രദർശിപ്പിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ദിവസവും 5 സിനിമകൾ പ്രദർശിപ്പിക്കും. ഓപ്പൺ ഫോറങ്ങൾ, പാനൽ ചർച്ചകൾ, ചലച്ചിത്രകാരന്മാരുമായുള്ള മുഖാമുഖങ്ങൾ എന്നിവയും മേളയോട് അനുബന്ധമായി നടക്കും. മലയാളം സബ് ടൈറ്റിലുകളോടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ച സിനിമകൾ ഉൾപ്പെടുത്തി നടത്തുന്ന കേരളത്തിലെ ഏക രാജ്യാന്തര മേളയാണ് പയ്യന്നൂരിൽ നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ജലസംഭരണിക്ക് സമീപത്തെ സർക്കാർ ഭൂമി മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. പരിയാരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ജലസംഭരണിക്ക് സമീപത്തെ സർക്കാർ ഭൂമിയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത്. നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. കാട് നിറഞ്ഞ ഭാഗമായതിനാൽ ഇവിടെ പൊതുജനങ്ങൾ വരുന്നത് കുറവാണ്.
ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലമായതിനാലാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തള്ളിയവയിൽ ഭൂരിഭാഗവും. മഴക്കാലമായാൽ ഇവയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വളരാനും സാധ്യതയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇതിന് പരിഹാരം കണ്ടെത്തണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരികളുടെ ക്ഷേമത്തിനായി വ്യാപാര നയം നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി. കോവിഡിന് ശേഷം വ്യാപകമായ ഓൺലൈൻ കച്ചവടം സാധാരണക്കാരായ വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകുന്ന് കണ്ണപുരം യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഇന്നുവരെ മനസ്സ് കാണിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു വ്യാപാര മന്ത്രാലയം വേണം എന്നത് നമ്മുടെ സംഘടന രൂപീകരിച്ച കാലം മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അതിന്റെ ഫലമായി കഴിഞ്ഞ ഗവൺമെന്റ് വ്യാപാര മന്ത്രാലയം നിയമസഭയ്ക്കകത്ത് പ്രഖ്യാപിക്കുകയും 2 കോടി രൂപയോളം അതിന്റെ പ്രാഥമിക ചെലവിന് വേണ്ടി നീക്കിവെച്ചെങ്കിൽ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് വ്യാപാരികൾ കടന്നുപോകുന്നത്. ഒറ്റമുറി പീടികയും GST ലൈസൻസും ഉണ്ടെങ്കിൽ ആർക്കും വ്യാപാരം ചെയ്യാം എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത്. സ്കൂൾ വിപണികൾ ഉണരുമ്പോൾ യൂണിഫോം മുതൽ പുസ്തകവും റബ്ബറും എല്ലാം സ്കൂളുകളിൽ തന്നെ വിൽപ്പന നടത്തുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. വ്യാപാരികളുടെ ക്ഷേമത്തിനായി വ്യാപാര നയം രൂപീകരിക്കണമെന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരന്തരം സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CV ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. PK ആരിഫ്, പുനത്തിൽ ബാഷിദ്, MB തിലകൻ, രാജൻ തിയറത്ത്, TP ഗോപിനാഥൻ, P സതീശൻ, റഹീസ്, സുധാ രവീന്ദ്രൻ, ജിതേഷ് P എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ നമ്മുടെ നാട്ടിൽ അവയ്ക്ക് സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നിരന്തരം നിരീക്ഷിക്കുകയും പുസ്തകം എഴുതുകയും ചെയ്യുന്ന വ്യക്തിയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന PV പത്മനാഭൻ മാസ്റ്റർ. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. പാടത്തും പറമ്പിലും നീർത്തടങ്ങളിലും കാടുകളിലുമെല്ലാം വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ പതിയെ ഇല്ലാതാവുകയാണെന്ന വിഹ്വലതയിൽ നിന്നാണ് PV പത്മനാഭൻ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനിറങ്ങിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് നിരവധി പക്ഷികളെ നിരീക്ഷിച്ച് പഠിച്ച് അവയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതി. കേരളത്തിലെ പക്ഷിക്കൂടുകൾ, പക്ഷിക്കൂട് ഒരു പഠനം, പക്ഷിക്കൂട് നൂതന പ്രവണതകൾ, കാക്ക, മാടായിപ്പാറയിലെ കാണാക്കാഴ്ചകൾ തുടങ്ങിയ പുസ്തകങ്ങൾ പത്മനാഭൻ രചിച്ചിട്ടുണ്ട്. വ്യത്യസ്ത തരം പക്ഷികളുടെ എണ്ണത്തിൽ വന്ന അതിശയിപ്പിക്കുന്ന കുറവാണ് തന്നെ ഇത്തരമൊരു പഠനം നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് പത്മനാഭൻ പറയുന്നു. കൊട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി ജോലി കിട്ടിയപ്പോഴാണ് പക്ഷികളെക്കുറിച്ചും പക്ഷികളുടെ കൂട് നിർമ്മാണത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പക്ഷികളെയും കൂടുകളെയും കണ്ടെത്തിയതിൻ്റെ വിവരങ്ങൾ ഒരു പുസ്തക രൂപത്തിൽ ആക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. വിശ്വാസമായാലും അന്ധവിശ്വാസമായാലും ഒരു ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും വളരെയധികം സ്വാധീനിച്ച പല പക്ഷികളുടെയും ശബ്ദങ്ങൾ നിലക്കാറായിരിക്കുന്നു എന്ന ആശങ്ക പത്മനാഭൻ വായനക്കാരുമായും സമൂഹത്തോടും പങ്കുവയ്ക്കുന്നു. പക്ഷി നിരീക്ഷണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മറ്റു വിഷയങ്ങളിലും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പണിപ്പുരയിലുമാണ്. പല ഗ്രന്ഥങ്ങൾക്കും നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ചെറുതാഴം, കൊട്ടില, പരിയാരം, കുഞ്ഞിമംഗലം എന്നീ ഹൈസ്കൂളുകളിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. രേഖയാണ് ഭാര്യ. രേവതി, കാർത്തിക് എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭയിൽ അടുക്കളത്തോട്ടം മഴക്കാല പച്ചക്കറി ജനകീയ പദ്ധതിയായി നടപ്പിലാക്കും. പരിശീലന പരിപാടിയുടെ സമാപനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയിൽ ഓരോ വാർഡിലും അടുക്കളത്തോട്ടം മഴക്കാല പച്ചക്കറി മാതൃകാ ജനകീയ പദ്ധതിയായി നടപ്പിലാക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ പയ്യന്നൂർ നഗരസഭയിലെ 46 വാർഡുകളിൽ നിന്നും 46 കർഷകർ പദ്ധതി ഏറ്റെടുക്കും. പരിശീലന പരിപാടിയുടെ സമാപനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ബാക്കിയുള്ള വാർഡുകളിലെ കർഷകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരമൊരു പരിപാടി ഔദ്യോഗികമായിട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്രിസ്റ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തിനാണ് അഗ്രിസ്റ്റാക്ക് എന്ന് പറയുന്ന ഈ ഡാറ്റാബേസിലേക്ക് നമ്മുടെ വിവരങ്ങൾ കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചാണ്.
നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. എം രാമകൃഷ്ണൻ, ഷീബ ടി വി, എം പ്രദീപൻ, സീമ ടീച്ചർ, ലീല പി പി, കൃഷി ഓഫീസർ എ വി രാധാകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ധന്യ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണിയാൻകുന്ന് ഇ കെ നായനാർ വായനശാല ഗ്രന്ഥാലയത്തിൽ നാടകക്കളരി സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക സംവിധായകൻ രതീഷ് രംഗനാണ് ക്യാമ്പ് നയിച്ചത്. കണിയാൻകുന്ന് ഇ കെ നായനാർ സ്മാരക വായനശാലാന്റെ ഗ്രന്ഥാലയത്തിൽ നാടകക്കളരി സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന കുട്ടികൾക്കായുള്ള വായനാക്കളരി പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായാണ് വായനശാലയിൽ നാടകക്കളരി സംഘടിപ്പിച്ചത്. കളിയൊരുക്കം എന്ന പേരിൽ 3 ദിവസങ്ങളിലായാണ് നാടകക്കളരി നടന്നത്. പ്രശസ്ത നാടക സംവിധായകൻ രതീഷ് രംഗൻ നാടകക്കളരി നയിച്ചു. ആദ്യ ദിവസം ശരീരചലനങ്ങൾ, 2ാം ദിവസം ശബ്ദം, 3ാം ദിവസം അഭിനയം എന്നിങ്ങനെ വ്യത്യസ്തതയാർന്ന ഘട്ടങ്ങളിലൂടെയാണ് ക്യാമ്പ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ക്യാമ്പിൽ 30ഓളം കുട്ടികൾ പങ്കെടുത്തു. അവധിക്കാലത്ത് കുട്ടികളിൽ സാഹിത്യാഭിരുചിയും സാമൂഹ്യബോധവും വളർത്തുകയാണ് ലക്ഷ്യമെന്ന് കൺവീനർ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ 27-ാം തീയതി ഉദ്ഘാടനം ചെയ്ത പരിപാടി വളരെ കൃത്യമായി പരിപാടി ചാർട്ട് ചെയ്തുകൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി വരികയാണ്. ഈ 9-ാം തീയതി മുതൽ ഇന്ന് 12-ാം തീയതി വരെയുള്ള 11-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നാടകക്കളരി എന്ന പരിപാടിയാണ് പ്രശസ്ത നാടക സംവിധായകൻ രതീഷ് രംഗനാണ് ആ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ നാടകക്കളരിയുടെ സമാപനം ഇന്ന് നടക്കും. തുടർന്ന് അങ്ങോട്ട് വിവിധങ്ങളായ പരിപാടികൾ നമ്മുടെ ഈ ചിലമേലുള്ള ശാസ്ത്ര മ്യൂസിയം, അതുപോലെ തന്നെ കുണിയൻ പുഴക്കരയിലൂടെയുള്ള യാത്ര തുടങ്ങിയ പരിപാടികളൊക്കെ തന്നെ ഇതിനനുബന്ധമായി നടന്നു വരാനുണ്ട്. വായനശാല സെക്രട്ടറി എ വി പീതാംബരൻ, കെ വി രാധാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ടക്കാലത്ത് ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ കഴിയുക എന്നത് ഭക്തർക്ക് കാത്തിരിപ്പിനിടയിലെ സാഫല്യമാണ്. ഭക്തമനസ്സുമായി നരസിംഹമൂർത്തിയുടെ കടാക്ഷത്തിനായി ദേവീസന്നിധിയിൽ ഭജനമിരിക്കുന്നവരിൽ ദൂരദേശത്തു നിന്നുള്ളവർ പോലുമുണ്ട്. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചതോടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘങ്ങൾ ഭജനമിരിക്കാൻ എത്തി തുടങ്ങി. 3, 5, 7 എന്നിങ്ങനെ ദിവസങ്ങളിലാണ് ഭജന ഇരിക്കുന്നത്. പലവിധ രോഗങ്ങൾ പിടിപെട്ടും വിഷജന്തുക്കൾ കടിച്ചുമുണ്ടായ ആപത്തിൽ നിന്നുമെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവർ തങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിനു മുന്നിൽ നിറഞ്ഞ ഭക്തിയോടെ ഇരിക്കുന്നതാണ് ഭജന ഇരിക്കൽ ചടങ്ങ്. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഇവരുടെ താമസവും ഭക്ഷണവും ക്ഷേത്രത്തിൽ തന്നെയാണ്. ഭജന ഇരിക്കുന്നവർ രാവിലെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ തൊഴുത ശേഷം പൂജാരി നൽകുന്ന മഞ്ഞൾപ്പൊടിയും ചന്ദനവും പ്രസാദമായി കഴിക്കുകയും മുഖത്തും തലയിലും തേച്ചു പിടിപ്പിക്കുകയും വേണം. ദിവസം തികഞ്ഞാൽ പിറ്റേന്ന് കട്ടിയിറക്കൽ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. എടനാട് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ 2026 മെയ് 15 മുതൽ 20 വരെ അഷ്ടബന്ധ നവീകരണ കലശം നടക്കും. അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടനാട് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ 13 വർഷങ്ങൾക്കു ശേഷം മെയ് 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാരഭട്ടതിരി ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം നടത്തപ്പെടും. അഷ്ടബന്ധ നവീകരണ കലശത്തിന് നേതൃത്വം നൽകുന്നത് പിലാക്കൽ ദാമോദരൻ ചെയർമാനായും കെ വി ഭാസ്കരൻ കൺവീനറായും എം ബി സുരേഷ് ബാബു ട്രഷററുമായുള്ള കമ്മിറ്റിയാണ്. മെയ് 15 വെള്ളിയാഴ്ച രാവിലെ 5 മണി മുതൽ നിത്യനിദാന ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 4 മണിക്ക് ചെറാട്ട് ചാത്തമുക്കിൽ നിന്നും പുറപ്പെട്ട് കണ്ണങ്ങാട് ക്ഷേത്രം നാഷണൽ ഹൈവേ വഴി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന കലവർ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകിട്ട് 4:30 തൃക്കൈ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്തു നിന്നും ആചാര്യ സ്വീകരണം നടത്തും. വൈകിട്ട് 5:30 ആചാര്യ വരണം. രാത്രി 7 മണിക്ക് ഭജൻ സന്ധ്യ. മെയ് 16 ശനിയാഴ്ച രാവിലെ 5 മണി മുതൽ നിത്യനിദാന ചടങ്ങുകൾ. രാത്രി 7 മണിക്ക് ഭജന. 8:30 കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ. മെയ് 17 ഞായറാഴ്ച രാത്രി 8:30 ഫ്യൂഷൻ തിരുവാതിര അരങ്ങേറും. മെയ് 18 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് തായമ്പക. രാത്രി 7 മണിക്ക് ഭജന. രാത്രി 8:30 നൃത്തസന്ധ്യ, കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറും. മെയ് 19 ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് ഭജന, ആദരിക്കൽ, കരോക്കെ, ഗാനമേള എന്നിവ നടക്കും. മെയ് 20 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ 9:30 വരെ അഷ്ടബന്ധക്രിയ, ബ്രഹ്മകലശാഭിഷേകം. ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം. വൈകിട്ട് 7 മണിക്ക് ഭജന. തുടർന്ന് ദേവന്റെ എഴുന്നള്ളിപ്പ്, തിടമ്പ് നൃത്തം എന്നിവ നടക്കും. അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിലാക്കൽ ദാമോദരൻ, സുരേഷ് ബാബു എം പി പത്മനാഭൻ, എം പി മധുസൂദനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മലപ്പുറം വാദി ഹർമൈനിയിൽ നടക്കുന്ന സമസ്ത സെന്റിനറി സമ്മേളനത്തിന്റെ മുന്നോടിയായി കേരള
മുസ്ലിം ജമാഅത്ത് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സോൺ തല സെന്റിനറി അസംബ്ലി നടത്തി. തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്മൈനിയിൽ നടന്ന പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ 2027 ജനുവരി 28 മുതൽ 31 വരെ മലപ്പുറം വാദി ഹറമൈനയിൽ നടന്ന സമസ്ത സെന്റിനറി സമ്മേളനത്തിന്റെ ആഭ്യന്തര സജ്ജീകരണത്തിനായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാനത്തുടനീളം സോൺ തലങ്ങളിൽ നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായാണ് സെന്റിനറി അസംബ്ലി തൃക്കരിപ്പൂർ അൽ മുജമ്മൽ ഇസ്ലാമിയിൽ സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 6 സർക്കിളുകളിൽപ്പെടുന്ന ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SJM, SMA തുടങ്ങിയ ഘടകങ്ങളിലെ 500-ൽ പരം ഭാരവാഹികൾ സെന്റിനറി അസംബ്ലിയിൽ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. MD അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പറവൂർ വിഷയാവതരണം നടത്തി. സയ്യിദ് സൈഫുള്ള അൽ മഷ്ഹൂർ തങ്ങൾ പ്രാർത്ഥന നടത്തി. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, AB അബ്ദുള്ള മാസ്റ്റർ, TP നൌഷാദ് മാസ്റ്റർ, യൂസുഫ് മദനി, PK അബ്ദുള്ള മൗലവി, MDP ഇസ്മായിൽ സആദി, EK അബൂബക്കർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമം കുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. മാതമംഗലത്ത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രസിഡന്റ് K പ്രീത ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധ പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ മാതമംഗലം, കുറ്റൂർ, വെള്ളോറ, കക്കറ, ഓലയമ്പാടി തുടങ്ങിയ ഇടങ്ങളിലും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലുമായി 40ഓളം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ബിന്നുകൾ സ്ഥാപിച്ചിരുന്നു. ഇതുവഴി മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ വലിച്ചെറിയുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത പറഞ്ഞു. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം എല്ലാ വാർഡുകളിലും നടത്തി മാതമംഗലം ടൗണും ശുചീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശുചീകരണത്തിൻ്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് മാലിന്യ സംസ്കരണത്തിനു വേണ്ടി ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് P ഗംഗാധരൻ, സെക്രട്ടറി KK പ്രണവ്, VOമാരായ P സനൂപ്, പ്രജീഷ് കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജില്ലാ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ റാങ്ക് ദിവുവിൽ നടന്നു. UAE ചീഫ് ഇൻസ്ട്രക്ടർ അബ്ദുൾ റഹ്മാൻ മംഗലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് UAE ചീഫ് ഇൻസ്ട്രക്ടർ അബ്ദുറഹ്മാൻ മംഗലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. K വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. MB ചന്ദ്രൻ, PK ഹരികൃഷ്ണൻ, രമ്യ ബാലൻ, TV വിഷ്ണു, K പ്രിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുന്നവർക്ക് കയ്യൂർ HFCയുടെ ആരോഗ്യ പവലിയൻ ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നായി മാറുകയാണ്. നിരവധി ആരോഗ്യ അറിവുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ചീമേനി മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുന്നവർക്ക് കയ്യൂർ FHCയുടെ ആരോഗ്യ പവലിയൻ ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നായി മാറുകയാണ്. ക്ഷേത്രത്തിന്റെ പരിസരത്തു തന്നെയാണ് പവലിയൻ പ്രവർത്തിക്കുന്നത്. നിരവധി ആരോഗ്യ അറിവുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. രോഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഏതെല്ലാം രോഗികൾ ഏതെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്നുമുള്ള അറിയിപ്പുകൾ പവലിയനിലുണ്ട്. സ്വന്തം ആരോഗ്യത്തിൽ ഒരാൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളാണ് പവലിയനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ പറയുന്നു. പൊതുജനങ്ങളുടെ അറിവിലേക്കായി നിരവധി ബോധവൽക്കരണ സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള പവലിയനിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള സന്ദേശങ്ങളും മഴക്കാല ശുചിത്വ സന്ദേശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമുള്ള നിരവധി സന്ദേശങ്ങളടങ്ങിയ പോസ്റ്ററുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. മുലപ്പാലിന്റെ പ്രാധാന്യം, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ ശ്രദ്ധ ഏതുവിധത്തിലായിരിക്കണം, പ്രമേഹ രോഗികൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം, ഇവയെല്ലാം പവലിയനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാം. ഒപ്പം വരാനിരിക്കുന്ന മഴക്കാലത്ത് നാം പാലിക്കേണ്ട ജാഗ്രതകളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പവലിയൻ നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.